സാറേ ഞാൻ അകത്തോട്ട് വരട്ടാ? പാടൂ വാ. സാധനം കിട്ടിയിട്ട് കേട്ടാ. മത്തായി വല്ലാതെ ബുദ്ധിമുട്ടിയല്ലേ? പുതിയതായ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത ഒരു പേഷ്യന്റിന് ഇത്തിരി മദ്യം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കണ്ടേ എന്റെ സാറ്? അല്ലെങ്കിൽ പിന്നെ എന്തൊരു ഹോസ്പിറ്റലാണ് മാതാവ്? പിന്നെ അല്ലാതെ. പക്ഷേ എടോ മത്തായി, താൻ സൂക്ഷിക്കണം. ഇവിടെയുള്ള ഒരു ഡോക്ടർ ഇത് അറിയാൻ ഇടയാകരുത്. അറിഞ്ഞ സങ്കടമാണ് സാറ്. ജോലി പോകും. ജോലി പോയാലും സാറിന്റെ പപ്പ അടുത്ത് പറഞ്ഞ് ദുബായിൽ എനിക്ക് നല്ലൊരു ജോലി പൊസിഷനിലാക്കി തരുവാ. എടോ മത്തായി, തന്റെ കാര്യം ഞാൻ ഏറ്റെടോ. ഞാൻ ഒരു കാര്യം ചെയ്യും, അത് പൊട്ടിച്ചൊരൽപ്പം ഒഴിച്ചിങ്ങിതാ. ഇത് വലിയ സങ്കടമാണ് സാറേ. സാറിങ്ങനെ എപ്പോഴും കഞ്ചാവ് ഇങ്ങനെ വലിച്ചു കയറ്റിയാറുണ്ടല്ലോ, പെട്ടെന്ന് ചത്തോളം കേട്ടാ. ഞാൻ പറഞ്ഞേക്കാം. എന്നായാലും മരിക്കേണ്ടതല്ലേ മത്തായി? സാറ് പിടി സാറേ. എനിക്ക് നല്ല ഗ്ലാസ് ഒഴിച്ചു തന്നൂടെ? എന്റെ പൊന്ന് സാറേ, ഈ ഔൺസ് ഗ്ലാസ്സിൽ കുടിച്ചാലുണ്ടല്ല, ഇവനൊരു മരുന്നിന്റെ എഫക്റ്റ് ആണ്. അതുകൊണ്ടല്ലേ മത്തായി ഇതിൽ തന്നെ തരണത്. നാ പിടി. താനും കൂടെ ഒരു സ്മോൾ അടിച്ചോ. ഡോക്ടറാണെന്ന് തോന്നുന്നു. ഇവരല്ലേ? പക്ഷെ ഒന്നും ചെയ്തിട്ടോ കഷ്ടമാണ്. ലക്ഷം ഏതടിയ പാട്ട്? അത് അതല്ലേ അങ്കിളിന്റെ സണ്ണ? അതെ അതെ, ഞങ്ങളും കുറെ അങ്കിളുടെ മക്കളെ കണ്ടിട്ടുണ്ട്. ചുമ്മാ നാണിച്ചിരിക്കാതെ വാവണ്ണേ. ജസ്റ്റ് മിനിറ്റ് വരാം. ഈ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട, ഞങ്ങൾ പോയേക്കും. എന്റെ പനി ഇതിനെ കാണിച്ചത് എന്തിനാ ഇവിടെ വന്നത്? എന്റെ ഫ്രണ്ട്സ് എല്ലാം അറിഞ്ഞു. കോളേജിലൊക്കെ പഠിക്കുമ്പോ ഒരു റൊമാൻസ് ഒക്കെ ഉണ്ടാവുകയും അതറിഞ്ഞ് ഫ്രണ്ട്സ് ഒക്കെ വാരുകയും ചെയ്യുന്ന ഒരു രസമല്ലേ? പിന്നെ നാളെ കോളേജിൽ നിന്ന് എല്ലാരും കൂടിയിട്ട് എന്നെ വരും. തന്റെ വാചകമൊന്നും വേണ്ട, കേറാൻ നോക്കും. വേണ്ട വിനു, ആരെങ്കിലും കണ്ടാൽ എനിക്ക് പേടിയാവുന്നു. ഇന്നെന്താ പുതിയൊരു പേടി? അത്രയ്ക്ക് പേടിയാണെങ്കിൽ എന്നെ സ്റ്റൈലായിട്ടും കെട്ടിപ്പിടിച്ചു, എല്ലാ പേടിയും അങ്ങ് മാറും. ആ കേറാൻ നോക്ക്. വിനു എന്താ ഇത്? ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരു സുഖമൊക്കെ ഇല്ലേ? ഇനി തന്നെ ഇറക്കി വിടാമെന്ന് വെച്ചാൽ ചട്ടക്കിടിച്ചാൽ പോലും താൻ ഇറങ്ങത്തില്ല. അത് ആമ്പിള്ളാരുടെ ഒരു കഴിവ്, മനസ്സിലായി? എന്താ ഇത്? എന്താ ഇത്? ഇതോടാ അതെന്റെ ഡാൻസ് ക്ലാസ്സിലെ ഡാൻസ് ടീച്ചർ ആയിരിക്കും. അതെ. എടാ, മുലപ്പാലിന്റെ മണം മാറിയിട്ടില്ലല്ലോ, അതിനു മുമ്പ് തുടങ്ങിയോ? ചേട്ടാ അത് മാറിക്കടാ അങ്ങോട്ട്. മാറിക്ക. കൊച്ചേ, എന്താ നിന്റെ പേര്? എവിടാ നിന്റെ വീട്? മാതാ ഹോസ്പിറ്റലിന്റെ അടുത്താ. തന്നോട് വെച്ചോ? ആ കൊച്ചൊന്നും പറയാത്തോണ്ട് പപ്പം പറഞ്ഞു പോയതാ. കോളേജിൽ പഠിക്കാൻ പോകുന്നത് കണ്ട ആമ്പിള്ളേരെ മോട്ടോർ ബൈക്കിന്റെ പുറകെ കയറി ചുറ്റാനാണ്. കാര്യം ഇവനെന്നെ അനിയാണെങ്കിലും ഇവനെയൊന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല. വിശ്വസിച്ച് പോയാൽ കുട്ടിയുടെ ലൈഫ് പോയിലായി പോകും. കരയാതെ വെച്ചേ, കരയാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. കരയാന്നേ, കുറച്ചുകൂടെ പറയണമെന്നുണ്ടായിരുന്നു. അതിന് മുമ്പ് കരയാൻ തുടങ്ങിയാൽ എങ്ങനെ? ഇങ്ങോട്ട് കയറാ, വണ്ടിയെ കയറേ.
മാറിക്കട അങ്ങോട്ട്. ഇപ്പൊ മനസ്സിലായോ കൊച്ചെ, കൊച്ചന്റെ കാമുകന്റെ തലസ്വരൂപം. നിന്നെ പെരുവഴിയിൽ ഇറക്കിയിട്ട് പോകാൻ പോലും ഇവൻ മടിക്കല. ഇതിന് എവിടെന്നാ പിടിച്ചെന്ന് വെച്ചാൽ അവിടെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് വേണം വീട്ടിൽ വരാൻ. മനസ്സിലായോ? ആ, എന്നാ തനിക്ക് പോകണം. വേണ്ട, എന്നാ വണ്ടി വിടും. ഗേറ്റ് തുറന്നിട്ടില്ല. കൊച്ചാ നല്ലോണം പിടിച്ചിരുന്നോണേ. ബിനുവിന്റെ ചേട്ടനത് അതെ അതെ, സ്വർഗത്തിലെ പട്ടുള്ളൂ. ആ റോജൻ, ആകെ നാശമോശമാക്കിയ ലക്ഷണമുണ്ട്. ഡാഡിയോട് പറഞ്ഞു കാണോ? നിൽക്കണ അവിടെ. വീട്ടിൽ കൊണ്ടാക്കിയോ? ഇതിനാണല്ലേ ബൈക്ക് വാങ്ങിത്തരണമെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയത്. ലിഫ്റ്റ് കൊടുക്കാൻ. നാളെ ഒരു ബൈക്കുമായിട്ട് ഓളെ പോകണ്ട, ബസ്സിൽ പോയാൽ മതി. അയ്യോ ചേട്ടാ, അത് ബസ്സിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും, പിന്നെ സമയത്തിന് എത്താനാവില്ല. ഞാൻ ഡാഡിയോട് പറയാം, ഡാഡി തീരുമാനിക്കും. അയ്യോ ചേട്ടാ പ്ലീസ്, ഡാഡി അറിഞ്ഞാൽ. എന്താ കാര്യം? അല്ല, ഞാൻ അറിയാൻ പാടില്ലാത്തല്ലോ ഇവൻ ചെയ്തോ? ഡാഡിയോട് ഞാൻ അന്നേ പറഞ്ഞ, ഡാഡി കേട്ടില്ല. പിന്നെ എന്താ കാര്യം? ഒറ്റയ്ക്കാണെങ്കിൽ സാരമില്ല, ഇത് പുറകിൽ ഒരാളെ വിട്ട് പിറ്റാറാം. നീ കാര്യം എന്താണെന്ന് വെച്ചാ പറ. കാര്യമൊന്നും സംഭവിച്ചില്ല. ബൈക്ക് കൊണ്ടുപോയി ഒരു ലോറിക്ക് തിരിച്ചാനെ. ആരുടെയോ ഭാഗ്യം കൊണ്ട് ഇവൻ രക്ഷപ്പെട്ടു. എന്തൊരു സ്പീഡിലേക്ക് വണ്ടി ഓടിക്കുന്നറിയോ? ഇനിയാ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ഓവർ സ്പീഡ് വണ്ടി ഓടിക്കരുതെന്ന്? ഡാഡി അല്ല, ഇവന്റെ മാത്രം കുഴപ്പമില്ല, ആ ലോറിക്കാരന്റെ കയ്യിൽ ഒരു ലേശം വിഷമുണ്ട്. അതിന് ഓവർ സ്പീഡ് വണ്ടി ഓടിച്ചോണ്ടല്ലേ? ഏതായാലും നാളെ ഫോൺ. ഇന്ന് എല്ലാം മൂടും പോയി. ഇനി ഒന്ന് ഫ്രഷ് ആവണമെങ്കിൽ ഇതേ രക്ഷയുള്ളൂ. എന്താണ് ഫോട്ടോ? ഫോട്ടോ ആണെന്ന് മനസ്സിലായി. ഡാഡി ഹിന്ദി സിനിമയിലെ സൂപ്പർ സ്റ്റാർ. ഇതിനാണല്ലേ നീ മുറിയിൽ കയറി വാതിൽ ലോക്ക് ചെയ്യുന്നത്? ഇന്നെന്തേ മറന്നുപോയോ? പിന്നെയാ നീ എന്നോട് കള്ളം പറയാൻ തുടങ്ങിയിരിക്കുന്നു. അത് നിന്റെ കുറ്റമല്ല. ഈ വീട്ടിൽ നിന്നെ ഉപദേശിക്കാനും നിയന്ത്രിക്കാനും ആരും ഇല്ലാതെ പോയി. അതിന്റെ തകരാറാണ്. എല്ലായിടത്തും കൊണ്ട് കത്തിച്ചു കളാം. ആ അവിടെ കൂടിട്ടാ എല്ലാം കത്തിച്ചു കളാം. മേലിൽ ഇത്തരം ചിത്രങ്ങൾ വീട്ടിൽ കണ്ടുപോകരുത്. നീ എത്ര വയസ്സിൽ തുടങ്ങിയതാ ഈ പ്രേമവും ശൃംഗാരവും ഒക്കെ? ചേട്ടാ ഇവിടെ ഇനി അതും ഇതും പറഞ്ഞ ഡാഡി കേട്ടാലുണ്ടല്ലോ. കേൾക്കട്ടാ. ആ ഡാഡി കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാനും ചേട്ടൻ തന്നെ നിൽക്കേണ്ടി വരും. ആ, ഞാനാണ് നിനക്ക് എല്ലാത്തിനും വളം വെച്ച് തരുന്നത്. ഇനി ഞാൻ എല്ലാ കാര്യവും ഡാഡിയോട് തുറന്ന് പറയാൻ പോകും. ചേട്ടൻ ഡാഡിയോട് ഒന്നും പറയാൻ പോകുന്നില്ല. ഇങ്ങനെയൊക്കെ എന്നെ വരട്ടുമെങ്കിലും ചേട്ടനോട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. എന്റെ കൊച്ചു കള്ളനല്ലേ? അയ്യോ, എനിക്കെന്റെ മയക്കൊന്നും കാണണ്ട. ചേട്ടാ ഇന്ന് ഏതവനെയാ കണി കണ്ടത്? എടാ, കണി കണ്ടതിന്റെ കുഴപ്പമില്ല, നിന്റെ കയ്യിൽ ഇരിപ്പിന്റെ കുഴപ്പമാണ്. ഞാനിപ്പോ എന്ത് തെറ്റെന്നാ ചേട്ടൻ പറയുന്നത്? അപ്പൊ അവനൊന്നും പറഞ്ഞിട്ടില്ല, പച്ചപ്പാവം. ഏതാടാ പെണ്ണ്? അത്
സർക്കിൾ ഇൻസ്പെക്ടർ മിന്നൽ മാധവൻ നായരുടെ മകളാ. ആ കൊള്ളാമല്ലോ. ഇടി പാഴ്സലായിട്ട് വരാൻ പറ്റിയിടത്താണ് എന്റെ അനിയൻ ബന്ധം വെച്ചിരിക്കുന്നത്. നിന്റെ യോഗം. എന്താണ് അവളുടെ പേര്? കല. കലേ? അല്ല, ശശികല. അവൾ നിന്റെ കൂടാണോ പഠിക്കുന്നത്? അല്ല, എന്തരീക്ഷത്തില. ആ പിന്നെ കലയ്ക്ക് ഡാൻസ് പറയാം. ആ അത് ശരി. അതാണ് സാറ് രാവിലെ തലയിലും കിട്ടി ഡാൻസ് പഠിക്കാനാണെന്ന് പറഞ്ഞു പോകുന്നത് അല്ലേ? എന്താണ് നിങ്ങളുടെ ഭാവി പരിപാടി? ചേട്ടൻ ഇങ്ങനെ വക്കീലന്മാരെ പോലെ കുത്തി കുത്തി ചോദിച്ചാലുണ്ടല്ലോ ആകെ കുഴഞ്ഞു പോകും. ഒരു പെണ്ണിനെ പ്രേമിക്കുന്ന ഇത്ര വലിയ കുറ്റമാണ്. എഴുതേക്കടാ, എഴുതേക്കടാ. എന്താണ് നീ ചോദിച്ചത്? പ്രേമിക്കുന്നത് കുറ്റമാണോ? നിന്റെ പ്രായം കഴിഞ്ഞിട്ട് തന്നെ ഞാനും ഇത്രയായത്. പ്രേമത്തിന്റെ ഗുണവും ദോഷവും ഒക്കെ എനിക്കും അറിയാം. എന്റെയൊക്കെ പ്രായത്തിൽ ചേട്ടൻ ഇങ്ങനെയൊന്നും സാധിക്കാത്തതിന്റെ ജലസയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്. എന്തോ ജലസിയോ? മുലകുടി മാറാത്ത നിന്നെപ്പോലത്തെ പരട്ട പയ്യന്മാരുടെ പേട്ട പ്രേമങ്ങളും എനിക്ക് ജലസിയോ? പഠിക്കാൻ പോയാൽ പഠിക്കണം, അല്ലാതെ പഠിത്തവും കളഞ്ഞ് ഉഴപ്പിക്കേണ്ട പെമ്പിള്ളേരെ പുറകെയാണെന്നുണ്ടല്ലോ. ആർക്കും ഷേപ്പ് ചെയ്യാൻ മതികള്. ബാലേന്ദ്ര സാറിന് അങ്ങനെ വിളിക്കുന്നു. ഡാഡിയുടെ അടുത്ത് ചെല്ലുമ്പോ കവാത്ത് മറന്ന പോലീസുകാരനെ പോലെ എല്ലാം മറന്ന് നമ്മുടെ കാര്യമെല്ലാം വെച്ച് കാച്ചു. ഓ, ഇനി അറിഞ്ഞെന്ന് വെച്ച് ചാകാനൊക്കെ പറ്റും. എപ്പോഴായാലും ഡാഡി അറിയേണ്ടതല്ലേ. വേദനിച്ചോ എന്ന് ചോദിച്ചാൽ വേദനിച്ചു. സാധാരണ ഞങ്ങളെപ്പോലുള്ള നഴ്സുമാർ ഇഞ്ചക്ഷൻ ചെയ്താൽ വിനോദനെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് വേദനിക്കാറില്ല. അതിനാണല്ലോ സൂസിയെ പോലെ സുന്ദരികളായ നേഴ്സുമാരെ ഹോസ്പിറ്റലിൽ വെച്ചിരിക്കുന്നത് തന്നെ. സത്യം പറയാമല്ലോ, എനിക്ക് വേദനിച്ചു. പക്ഷേ ആ വേദനയിലും ഒരു സുഖമുണ്ടായിരുന്നു. വിനോദിനോട് ഡോക്ടർ സിഗരറ്റ് വലിക്കരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? എന്നിട്ടും കണ്ടില്ലേ സിഗരറ്റ് വലിച്ചു കൂട്ടിയിരിക്കുന്നത്? ആരാ ഇതൊക്കെ വാങ്ങിച്ചു തരുന്നത്? എനിക്കറിയാം, ഇതൊക്കെ മത്തായിയുടെ പണിയായിരിക്കും. ഒന്ന് മാറിക്കേ. മാറൂ. എന്താ ഇത്? സോറി സിസ്റ്റർ, വലിക്കായിരുന്നിട്ട് ഏതാണ്ട് പോലെ. അതുകൊണ്ടാ. എന്റെ പൊന്നു സിസ്റ്ററല്ലേ, അതിങ്ങി തന്നേരെ. ഇല്ല, ഞാൻ തരില്ല. സിസ്റ്റർ, ഒരു സ്ത്രീയുടെ ആദ്യ ചുംബനത്തെക്കാൾ ആസ്വാദ്യമാണ് ഒരു സിഗരറ്റിന്റെ അവസാനത്തെ പോയ്ക്ക്. ഇത് ഞാൻ പറയുന്നതല്ല, വിവരമുള്ളവർ പറഞ്ഞിട്ടുള്ളതാ. അങ്ങനെ പലരും പലരും പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ നോക്കിയാലേ രോഗം മാറില്ല. സിസ്റ്ററിനെ കഥം മാറണേ. എന്റെ സിസ്റ്റർ കളയല്ലേ, എന്റെ പൊന്നു സിസ്റ്റർ കളയല്ലേ. I'm sorry about it. I'm sorry. It's okay. ഇതെന്താ? വെള്ളം. അത് വെള്ളം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സിസ്റ്റർ. അതെ അതെ, കുടിക്കാനുള്ള വെള്ളമല്ലേ അവിടെ ഇരിക്കുന്നത്. എന്റെ സിസ്റ്റർ, അത് കോർപ്പറേഷൻ വാട്ടറാണ്, കുടിക്കാനൊന്നും കൊള്ളില്ല. അതുകൊണ്ടാ ഞാൻ പിന്നെ എന്റെ പൊന്നു സിസ്റ്റർ ഇത് താഴത്തോട്ടിട്ടാൽ ആരെങ്കിലും തലയിൽ വീഴുമല്ലോ, അത് വലിയൊരു കുഴപ്പമാകല്ലോ എന്ന് വെച്ചിട്ടാ ഞാൻ ചെയ്യായിരുന്നു. ഇപ്പൊ അത് വലിയൊരു അബദ്ധമായിപ്പോയി. ഇനി സിസ്റ്റർക്ക് ഈ റൂം എവിടെയൊക്കെ പരിശോധിക്കാണ്ടോ അവിടെ എല്ലാം പോയി പരിശോധിക്കും. സമാനായല്ലോ. ഒരു സീരിയസ് മോളോ വലിക്കാൻ പറ്റാത്ത ഹോസ്പിറ്റൽ എന്തോന്ന് ഹോസ്പിറ്റലാ സിസ്റ്റർ? വിനോദ്, നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനേ പറ്റൂ. അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് വിനോദാ. നിങ്ങളുടെ രോഗം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. എന്റെ രോഗം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ശരിയാണ്, ഡയഗ്നോസ് ചെയ്യുന്നേ ഉള്ളൂ. സിസ്റ്റർ എന്നോട് എന്തോ തന്ത്രപൂർവ്വം മറയ്ക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ എന്റെ രോഗം എന്താണെന്ന് മറ്റാരേക്കാളും നന്നായിട്ട് എനിക്കറിയാം. വിനോദിന് കാര്യമായി ഒരു അസുഖവുമില്ല. അത് ശരിയാണ്. അല്ല, ഇതാ രമ്യ മോള്. മോൾ ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ? ഏതായാലും മോളിട്ടിരിക്കുന്ന പേര് കൊള്ളാം, ട്രിപ്പിൾ അങ്കിൾ. X 5. ഞാൻ വരട്ടെ. കംപ്ലീറ്റ് കഴിഞ്ഞു മോളെ. മത്തായിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക.